BSc ഒപ്റ്റോമെട്രി എന്നത് ഐ കെയറുമായി ബന്ധപ്പെട്ട പാരാമെഡിക്കൽ കോഴ്സാണ്. ഒരു ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ ജോലികൾ എന്തൊക്കെ? കണ്ണ് പരിശോധിക്കുക, കാഴ്ചശക്തി അളക്കുക, കണ്ണടയുടെ പവർ നിർണ്ണയിക്കുക, ഐ ഡിഫെക്ട്സ് പരിശോധിക്കുക. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 4 വർഷമാണ്. 3 വർഷം പഠനവും 1 വർഷം ഇൻറ്റേൺഷിപ്പാണുള്ളത്. അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾക്ക് 50%-ലധികം മാർക്ക് ഉണ്ടായിരിക്കണം. LBS വഴി ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ BSc ഒപ്റ്റോമെട്രിക്ക് സീറ്റ് നൽകുന്നത്. കോഴ്സ് കഴിഞ്ഞാൽ ഐ ഹോസ്പിറ്റൽസ്, ഒപ്റ്റിക്കൽ ക്ലിനിക്സ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്യാം. ഓൺ ക്ലിനിക്ക് തുടങ്ങാം എന്നതാണ് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഉയർന്ന പഠനം MSc ഒപ്റ്റോമെട്രി എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് പ്രൊഫസറായും ജോലി നേടാം. ആർക്കൊക്കെ ഈ കോഴ്സ് എടുക്കാം? കണ്ണിൻ്റെയും കാഴ്ചശാസ്ത്രത്തിൻ്റെയും മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും, ഐ ഡോക്ടറെ പോലെ സർജറി ചെയ്യാതെ ഐ കെയർ മേഖലയിലേക്ക് മാത്രം പോകാൻ ആഗ്രഹമുള്ളവർക്കും, അലൈഡ് സയൻസ് മേഖലകളിൽ ഗുഡ് കരിയർ ആഗ്രഹിക്കുന്നവർക്കും ഈ കോഴ്സ് നല്ലൊരു ഓപ്ഷനാണ്. ഈ കോഴ്സിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? മെഡിക്കൽ മേഖലയിലെ പ്രൊഫഷണൽ കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി. രോഗികളുമായി നേരിട്ട് പ്രവർത്തിക്കാൻ അവസരമുണ്ട്. ഐ സ്പെഷ്യലൈസ് ചെയ്ത് തന്നെ പഠിക്കാം. അബ്രോഡ് പോകാൻ ചിലപ്പോൾ പറ്റിയേക്കാം. അതിന് എക്സ്പീരിയൻസും ലൈസൻസിങ് പരീക്ഷ പാസ്സായിരിക്കണം. MBBS ഇല്ലാതെ ഐ കെയർ മേഖലയിലേക്ക് പ്രവേശനം നേടാം. നഴ്സിംഗ് അപേക്ഷിച്ച് BSc ഒപ്റ്റോമെട്രിക്ക് കുറവ് സ്ട്രെസ്സ്, അതുപോലെ ICU, ഓപ്പറേഷൻ തിയേറ്റർ പോലുള്ള വലിയ ഉത്തരവാദിത്തങ്ങളില്ല. എന്നാൽ ജോലി നേടിയാൽ സ്ഥിരമായ ജോലി സാധ്യതയും ഈ കോഴ്സിനുണ്ട്. നൈറ്റ് ഡ്യൂട്ടി വളരെ കുറവാണ്. ഇതിൻ്റെ ഡീമെറിറ്റ്സ് നോക്കാം. ജോലി മേഖല പ്രധാനമായും ഐ കെയറിലേക്ക് മാത്രം പരിമിതമാണ്. തുടക്കത്തിൽ വളരെ സാലറി കുറവാണ്. സ്കോപ്പ് വളരെ കൂടുതലുമല്ല, എന്നാൽ കുറവുമല്ല. നല്ല ആശുപത്രിയോട് ബന്ധപ്പെട്ട കോളേജിൽ പഠിച്ചാൽ സാധാരണയായി അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നഴ്സിംഗ് പോലെ വലിയ റിക്രൂട്ട്മെൻറ്റ് BSc ഒപ്റ്റോമെട്രിക്ക് വരാറില്ല. MBBS ഡോക്ടേഴ്സ് പോലെ സ്വതന്ത്ര ചികിത്സാ അധികാരം ഇതിനില്ല. ഡോക്ടറുടെ കീഴിലാണ് പ്രവർത്തിക്കേണ്ടത്. കണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഐ കെയർ സേവനങ്ങളുടെ ആവശ്യകത തുടരും എന്നതിനാൽ ഭാവിയിൽ ഈ കോഴ്സിന് ഡിമാൻഡ് ഉണ്ടായേക്കാം.